ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിലും LPGയും വഹിച്ചുകൊണ്ടുള്ള കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് വഴി സുഗമമായി യാത്ര ആരംഭിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ 5 യുദ്ധക്കപ്പലുകളാണ് ഇതിന് സുരക്ഷ ഒരുക്കുന്നത്. കൃത്യമായി അത് ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയിലേക്ക് നാളെയോ മറ്റന്നാളോ എത്തും എന്ന വിവരമാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ആ കപ്പലുകൾ എത്തുന്നതോടുകൂടി നമ്മുടെ LPG ക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുമെന്ന് തീർച്ചയാണ്. എന്നാൽ ഇതെങ്ങനെ സാധ്യമായി? ഇന്ത്യയുടെ നയതന്ത്ര വിദേശകാര്യ വകുപ്പുകളുടെ ഏകോപനവും അവരുടെ ചിട്ടയായ പ്രവർത്തനവുമാണ് ഈ വിജയത്തിന് കാരണമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. എന്തായാലും ഈ ഹോർമൂസ് കടലിടുക്ക് കടന്നു വരാൻ വലിയ രീതിയിൽ ഇറാന് കപ്പം കൊടുക്കണം എന്നാണ് കേട്ടിരുന്നത്. അതായത് അമേരിക്കയും ഇസ്രയേലും ഈ ബന്ധമുള്ള രാഷ്ട്രങ്ങളുടെ ഒരു യാനങ്ങളെയും അവിടെ കടത്തിവിടില്ല, ഹോർമൂസ് കടലിടുക്ക് വഴി കടത്തിവിടില്ല എന്ന് ഇറാൻ ശാഠ്യം പിടിച്ചിരുന്നു. അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രങ്ങൾക്ക്, അതായത് അമേരിക്കയെയോ ഇസ്രയേലിനെയോ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങൾക്ക് അവരുടെ കപ്പലുകളിൽ എണ്ണ ശേഖരിച്ച് കൊണ്ടുപോകണമെങ്കിൽ 18.8 കോടി, അതായത് ഏതാണ്ട് $2 മില്യൺ ഇറാന് കൊടുക്കണം എങ്കിൽ മാത്രമേ അത് അനുവദിക്കുകയുള്ളൂ എന്നായിരുന്നു ഇറാൻ്റെ നിർദ്ദേശം, അല്ലെങ്കിൽ ഇറാൻ്റെ മുന്നറിയിപ്പ്. പക്ഷേ ഇന്ത്യ $1 പോലും കൊടുക്കാതെ ആണ് ഹോർമൂസ് കടലിടുക്ക് വഴി ഈ എണ്ണയും LPGയും വഹിച്ചുകൊണ്ടുള്ള ചരക്ക് കപ്പലുകൾ ഈ ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. പാകിസ്ഥാൻ്റെ ഒരു കപ്പൽ ഇതുപോലെ എണ്ണ ശേഖരിക്കാൻ അവിടെ എത്തി. എന്നാൽ അതിനെ ഇറാൻ മടക്കി. അതായത് പാകിസ്ഥാൻ്റെ ഈ ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ചത് പാകിസ്ഥാൻ്റെ ചരക്ക് കപ്പലായ സെലനിൻ എന്ന ഈ ചരക്ക് കപ്പലിനെയാണ് ഇറാൻ മടക്കിയത്. അതായത് ഈ ഇറാൻ്റെ സൈനിക അനുമതി ഇതിന് ലഭിച്ചിട്ടില്ല, അത് പാകിസ്ഥാൻ അത് നേടിയിട്ടില്ല. ആ അനുമതി ഇല്ലാത്തതിനാൽ ഈ കപ്പൽ തിരികെ പറഞ്ഞയക്കുകയാണ് എന്നാണ് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ നാവിക കമാൻഡർ അലി റാസ തങ്സിരി പറയുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഇത്തരത്തിൽ ഞങ്ങളോട് അനുമതി തേടിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനും ഇറാനുമായിട്ട് വലിയ ആഴത്തിലുള്ള ബന്ധമുണ്ട്. ഇറാന് ഏതവസരത്തിലും എല്ലാ സഹായവും ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനാണ് ഈ ദുർഗതി നേരിട്ടിരിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ കപ്പലുകൾ അവിടെ യാതൊരു തടസ്സവും കൂടാതെ ആ കടലിടുക്കിലൂടെ യാത്ര ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇത് കണ്ടിട്ടാണ് പാകിസ്ഥാൻ്റെ ചരക്ക് കപ്പലും അങ്ങോട്ടേക്ക് പോയത്. എന്നാൽ പോയതുപോലെ അവർക്ക് മടങ്ങി വരേണ്ടി വന്നു. ഒരു തരത്തിലുള്ള അനുമതിയും അവർ തേടിയിരുന്നില്ല. അത് ഇറാൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് എന്ന് ഇറാൻ്റെ നിലവിലെ ഭരണകൂടം പറയുന്നു. അങ്ങനെ ഒരു രാജ്യത്തിനും അനുമതി നൽകാൻ തയ്യാറല്ല. ഭാരതം വേണ്ട വിധത്തിൽ നയതന്ത്ര തലത്തിൽ, വിദേശകാര്യ തലത്തിൽ ഒക്കെ ഈ വിഷയം സംസാരിച്ചു. ഇന്ത്യയുമായിട്ട് ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ആവശ്യം, ഇന്ത്യ ഉന്നയിച്ച ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നാണ് ഇറാൻ്റെ വിദേശകാര്യ വക്താവ് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ സുരക്ഷാ വിഷയങ്ങൾ മുൻനിർത്തി നമ്മുടെ 5 യുദ്ധക്കപ്പലുകൾക്ക്, ഇന്ത്യൻ നേവിയുടെ 5 യുദ്ധക്കപ്പലുകൾക്ക്, ഈ നമ്മുടെ ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷ അകമ്പടി നൽകാൻ ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് നമ്മുടെ കപ്പലുകൾ, അതായത് നമ്മുടെ യുദ്ധക്കപ്പലുകൾ ഇറാൻ പറഞ്ഞ സ്ഥലത്ത് നങ്കൂരമിട്ട് ഈ വരുന്ന നമ്മുടെ ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ ചരക്ക് കപ്പലുകളെ ആർക്കും ആക്രമിക്കാൻ കഴിയില്ല. ആക്രമിക്കാൻ ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകൾ അനുവദിക്കില്ല എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. അതായത്
ഈ ഒരു പദ്ധതി, ഇങ്ങനെ സുരക്ഷ കൊടുത്ത് യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച് നമ്മുടെ ചരക്ക് കപ്പലുകളെ കുഴപ്പമൊന്നുമില്ലാതെ തടസ്സമൊന്നുമില്ലാതെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്, ഈ പദ്ധതിക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ ഊർജ സുരക്ഷ എന്നാണ് ആ ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേര്. അതുപോലെ തന്നെ ഈ ഹോർമൂസ് കടലിടുക്കിലെ നിർണായക ചോക്ക് പോയിന്റ് എന്നാണ് പറയുന്നത്. ആ നിർണായക ചോക്ക് പോയിന്റിലാണ് നമ്മുടെ യുദ്ധക്കപ്പലുകളെ വിന്യസിച്ചിരിക്കുന്നത്. ആ യുദ്ധക്കപ്പലുകൾ നമ്മുടെ ചരക്ക് കപ്പലുകൾക്ക് കൃത്യമായ സുരക്ഷ നൽകും എന്നുള്ളതാണ്. അതുപോലെ ഈ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ചരക്കുമായി എത്തുന്ന 22 കപ്പലുകൾക്ക് ഈ ഹോർമൂസിൽ നമ്മുടെ നാവികസേന സംരക്ഷണം തീർത്തിട്ടുണ്ട്. ഇതിൽ 20 എണ്ണവും LNGയും ക്രൂഡ് ഓയിലും ഒക്കെ ആയിട്ട്, LPGയും അസംസ്കൃത എണ്ണയും ഒക്കെ ആയിട്ട് കടന്നു വരുന്നതാണ്. ഒന്ന് ആലോചിക്കണം, 22 കപ്പലുകളിൽ 20 എണ്ണവും ക്രൂഡ് ഓയിലും LPGയും LNGയും ഒക്കെ ആയിട്ട് അത് ശേഖരിച്ചു കൊണ്ട് വരുന്നവയാണ്. അപ്പോൾ അവ ആക്രമിക്കപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അതിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കൂടാതെ കൃത്യമായ സുരക്ഷ ഒരുക്കിക്കൊണ്ട് നമ്മുടെ യുദ്ധക്കപ്പലുകൾ അവരെ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഭാരതത്തിൻ്റെ LPG കപ്പലുകളായ പൈൻ ഗ്യാസ്, അതുപോലെ ജഗ് വസന്ത് എന്നിവ നാവികസേനയുടെ അകമ്പടിയോടെ ഹോർമൂസ് കടലിടുക്ക് പിന്നിട്ടു എന്നാണ് പ്രതിരോധ മന്ത്രാലയം നൽകുന്ന വിവരം. ഈ 2 കപ്പലുകളിലുമായിട്ട് ഏതാണ്ട് 92,000 ടൺ LPG ഉണ്ട്. നമുക്ക് അറിയാം, ഈ LPG ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വലിയ കരുതൽ ശേഖരം LPGയുടേത് നമ്മുടെ രാജ്യത്തില്ല. പക്ഷേ ഈ 92,000 ടൺ LPG വരുന്നതോടുകൂടി നിലവിൽ നാം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അവസാനിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ശിവാലിക്, നന്ദാദേവി, ക്രൂഡ് ഓയിൽ ടാങ്കർ, ജഗ് ലാഡ്കി തുടങ്ങിയ കപ്പലുകളെയും നാവികസേന സുരക്ഷിതമായി ഇന്ത്യയിൽ എത്തിച്ചു. ഈ ഭാരതത്തിലുള്ള ഇന്ത്യയിലേക്ക് വരുന്ന ചരക്ക് കപ്പലുകൾക്ക് നിയന്ത്രണമുണ്ടാകില്ല എന്നാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ പറയുന്നത്. അതായത് ഒരു തരത്തിലും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം, നയതന്ത്ര ബന്ധം, സൈനിക ബന്ധം ഇതൊന്നും ഞങ്ങൾ നശിപ്പിക്കില്ല, അതിനൊന്നും ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കില്ല, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇന്ത്യക്കെതിരായി ഒരു നീക്കവും ഉണ്ടാകില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇറാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ ഇതിനു വേണ്ടി പ്രത്യേകം പണം വാങ്ങിയിട്ടില്ല. കേന്ദ്ര സർക്കാരും പറയുന്നു, ഞങ്ങൾ ഇറാന് പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലുകൾ കൊണ്ടുവരുന്നതിന് പ്രത്യേക പണം, കപ്പം ഞങ്ങൾ നൽകിയിട്ടില്ല എന്ന് ഈ കേന്ദ്ര സർക്കാരും പറയുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളും ചില പ്രതിപക്ഷ കക്ഷികളും ഇതൊന്നും വിശ്വസിക്കാതെ ഇന്ത്യ വൻ തുക നൽകി കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടത്തി കൊണ്ടുവരികയാണ്. ഇനി ഈ കപ്പലുകൾ ഇവിടെ എത്തുന്നതോടുകൂടി പെട്രോളിനും ഡീസലിനും LNGക്കും LPGക്കുമൊക്കെ വില കുതിച്ചു കയറും എന്നാണ് അവർ ആരോപിക്കുന്നത്. മാത്രമല്ല, പല പെട്രോൾ പമ്പുകളിലും പെട്രോൾ ലഭിക്കുന്നില്ല എന്ന വ്യാജ പ്രചാരണവും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ശരിയാണ്, പാചകവാതത്തിന് ഒരു ക്ഷാമം നേരിടുന്നുണ്ട്. ഗാർഹിക സിലിണ്ടറുകൾക്കല്ല, കൊമേഴ്സ്യൽ സിലിണ്ടറുകൾക്കാണ്, വാണിജ്യ സിലിണ്ടറുകൾക്കാണ് ക്ഷാമം നേരിടുന്നത്. അത് ഈ 92,000 ടൺ LPG നമ്മുടെ ഇന്ത്യയിൽ എത്തുന്നതോടുകൂടി ആ ക്ഷാമം പരിഹരിക്കപ്പെടും എന്നാണ് നമ്മളെല്ലാവരും കരുതുന്നത്. എന്തായാലും ഇറാനും ഇന്ത്യയുമായിട്ട് ഊഷ്മളമായ ബന്ധം തുടരുന്നു. ഇനിയും നമ്മുടെ യുദ്ധക്കപ്പലുകൾ ഈ പറയുന്ന ചോക്ക് പോയിന്റുകളിൽ തന്നെ നിലകൊള്ളുകയാണ്. മറ്റ് കപ്പലുകൾക്ക്, അതായത് ഇന്ത്യയിലേക്ക് വരുന്ന ചരക്കുമായി ഇന്ത്യയിലേക്ക് വരുന്ന മറ്റ് കപ്പലുകൾക്കും കൃത്യമായ സുരക്ഷ നമ്മുടെ നാവികസേന നൽകും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നമുക്ക് ഭയമോ ആശങ്കയോ വേണ്ട.